স্কুল, বাড়ি, জিম, ফ্ল্যাট, অফিস এর বাইরেও একটা জীবন আছে, তোমাকে সেটা বুঝতে হবে, তোমাকে না বুঝলে এটা হবে না। স্কুল, জিম, গাড়ি, বাড়ি, পাব, পার্টি এর বাইরেও একটা জীবন আছে, সেটাকে তোমাকে জানতে হবে, দেখতে হবে। വേറെന്താ? സ്കൂൾ, ജിം, ബാരി ബാക്കി മോച്ചെ പിന്നെ ബാരി കൂടി വേറെ പണിയൊന്നുമില്ല. Do you have someone like that? Your boyfriend? Yeah. My bestie, like my bestie. Don't say bestie, it's a big troll in Kerala. So I also have plenty number of boyfriends. He's a boy's friend. Bestie. പ്രേതമാവണമെങ്കിൽ എന്ത് പ്രേതമാവണമെന്നാണ് ആഗ്രഹം. ഇപ്പൊ നമ്മള് അല്ല ആണാവണ്ട എന്തായാലും. ഞങ്ങൾക്ക് ഞങ്ങളുടെ റൊമാൻസും Actually, there's not much romance in the movie. ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ Where is romance? ഇതാണ് ഞങ്ങളുടെ ട്രൂ. ഞങ്ങൾ ഉദ്ദേശിച്ച റൊമാൻസ് അല്ല ഞങ്ങൾ. So you're telling that you attract ghosts? Of course. Because of our prettiness and everything. Oh God, you know. He's flirting with you, I'm telling you. You will also know this. വേലക്കാരി ആയിരുന്നാലും നീ എൻ മോഹവല്ലി. Even if you are my servant, you are my darling. Look at me and say, even if you are my servant, bloody you are my darling. ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. You have to pronounce Chandu. ചന്തു. No I instead of you. You have to tell Chandu. Very careful when you are. First time I'm seeing some, a woman giving such a kick and a man flying like that. മാസ്റ്ററിനെയാണ് വിളിച്ചിട്ടുള്ളത്. തന്നെ അത് ചന്തു ആശാന്റെ നിജത്തന്നെ ചവിട്ടി. ഹലോ എവ്രിവൺ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ദിസ് ഇസ് നേഹ മാത്യു. സോ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കുറച്ച് ഹൊറർ മൂഡിലാണ് കേട്ടോ. കാരണം ഇന്ന് നമ്മുടെ കൂടെ വിശേഷങ്ങളായിട്ട് പങ്കുവയ്ക്കാനായി വന്നേക്കുന്നത് അമിത് ഏട്ടനും മോക്ഷയുമാണ്. ചിത്തിനി എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നുള്ളത്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അമിത് ഏട്ടാ, അപ്പോൾ അമിത് ഏട്ടൻ്റെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് മമ്മൂക്ക ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് എന്ന് പറയുന്ന വഴി വന്നു. അതിനുശേഷം ഒത്തിരി അധികം സ്ട്രഗിളൊക്കെ ചെയ്ത് ഹണിബിയിലാണെങ്കിലും ചെയ്ത് ചേട്ടൻ്റെ ജേർണി എന്ന് പറയുന്നത് തന്നെ വേറെ ആൾക്കാർക്ക് കാണുമ്പോൾ അത് ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാരണം എന്ത് വന്നാലും ഞാൻ സിനിമ തന്നെ ചെയ്യുള്ളൂ, ഞാൻ സിനിമാ നടനെ ആവുള്ളൂ എന്നുള്ളൊരു അങ്ങനെ ഒരു ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ളൊരു ആക്ടറായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ചിത്തിനിയിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ലീഡ് റോളായി ഇപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടത്തിൽ നമ്മൾ ലീഡായിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഫീൽ ചെയ്യണത്? പ്രൗഡാണെന്നറിയാം, പക്ഷെ എന്നാലും സന്തോഷം, എക്സൈറ്റ്മെൻറ്റും നെർവസ്നെസ് ഒക്കെയാണോ? എന്താണ് ശരിക്കും ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ? സ്ട്രഗിൾ ഹാവ് ടു ഗോ ഓൺ. എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഇവിടം വരെ എത്തിയ നമ്മളുടെ ഉള്ളിൽ നിന്നുള്ളൊരു ഡോണ്ട് ഗിവ് അപ്പ്, ഡോണ്ട് ഗെറ്റ് ടയർഡ് ഓഫ് ഫെയിലിയർ, അല്ലെങ്കിൽ എന്താണെങ്കിലും ദ ഷോ ഹാവ് ടു ഗോ ഓൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി വി ഹാവ് ടു സ്റ്റാർട്ട്. ഇനി അങ്ങോട്ടും ഇത് എനർജി കുറഞ്ഞാൽ യുവർ ഗ്രോത്ത് വിൽ ഗോ ഡൗൺ, എനർജി കൂടിയാൽ ഇറ്റ് വിൽ കം അപ്പ്. വേറെ വഴിയൊന്നുമില്ല, ഇത് തന്നെ മുമ്പോട്ട്. എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നുമായിരുന്നോ എനിക്ക് വയ്യ എന്നുള്ള രീതി? എപ്പോഴും തോന്നും നമുക്ക്. അതിന്റെ വെന്നെവർ സാധാരണ നമുക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയറോ അല്ലെങ്കിൽ ഒരു റിജക്ഷനോ അല്ലെങ്കിൽ പ്രതീക്ഷ നടക്കാതെ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഉള്ളിൽ വന്ന പരിപാടിയാ നമുക്ക് റിജക്ട് ചെയ്യാന്നുള്ളത്, നമ്മൾ അതിൽ നിന്ന് മാറാന്നുള്ള ഒരു പരിപാടി ചിന്തിക്കും. പക്ഷെ ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആഗ്രഹം ഭയങ്കര കൂടുതലാണെങ്കിൽ വീണ്ടും കൊണ്ട് നമ്മൾ എന്നത് പിടിപ്പിക്കും. ആ മോട്ടിവേഷൻ ആണ്. ദാറ്റ് ഷുഡ് ബി സെൽഫ് ഡ്രിവൺ. നമ്മുടെ ഉള്ളിൽ നിന്ന് വേറെ ആൾക്കാരെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങി. ഐ ഡോണ്ട് തിങ്ക് കുറെ എത്ര വർഷമൊക്കെ നമുക്ക് ഒരു വലിയ സക്സസ് ഇല്ലെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുമെന്ന്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു നാച്ചുറൽ സെൽഫ് സ്റ്റാർട്ട് ഉള്ള ഒരു വണ്ടി പോലെ നമ്മളായ മാത്രമേ യു ക്യാൻ. ചേട്ടൻ ശരിക്കും ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. ആക്ച്വലി ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്ന ആക്ടേഴ്സിനാണെങ്കിലും നമ്മൾ നോക്കുമ്പം ചേട്ടൻ്റെ ജേർണി എന്ന് പറയുന്നത് തന്നെ സ്ട്രഗിൾ ചെയ്ത് ഒത്തിരി നല്ല റോൾസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വരുന്ന ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. അത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനോട് പറയണമെന്നുണ്ടായിരുന്നു അത് കാണുമ്പോൾ തന്നെ. ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, എല്ലാ ആൾക്കാർക്കും ഓൾവേസ് ദി അണ്ടർ ഡോഗ് സ്റ്റോറി ഈസ് ഓൾവേസ് ഒരു ഇൻസ്പിറേഷൻ. പ്രത്യേകിച്ച് നമ്മൾ അവസരങ്ങൾ പൊതുവെ ഒരു സ്പൂൺ ഫിൽഡ് ആയിട്ട് കിട്ടാത്ത ആൾക്കാരാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആൾക്കാരുടെ എന്തെങ്കിലും ചെറിയ അച്ചീവ്മെന്റ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ബിക്കോസ് അവരായിട്ട് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. കേൾക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ സാധാരണക്കാരായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാകുമ്പോൾ അവർക്ക് തോന്നുന്നു നമ്മളിൽ ഒരാളായിട്ട്. അപ്പൊ എനിക്ക് അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ദേ ഇൻസ്പയർഡ് മീ. അപ്പൊ ഞാനും ചെറുതായിട്ട് ചിലപ്പോൾ കുറച്ചുപേർക്ക് ഇൻസ്പിറേഷൻ ആവുമായിരിക്കും. Yes, definitely. Moksha, this is your second movie with the same director. So are you excited? I know you're excited, but still, what is that inner feeling in you?
Like, how are you feeling right now? Feeling is like, yeah, I am definitely looking forward to it. Last time was unexpectedly, at least, yeah, still now, some people, okay, recognize me for that movie. Maybe this one also, it will give a equal mileage Huge audience to, yeah. huge equal mileage to each actors. That is very important. It's a multicasting film, Yeah. so I'm also looking forward to it, yeah. സോ ഇതിൻ്റെ അകത്ത് അമിതേട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പോലീസ് ഓഫീസർ ആണെന്നാണ് കണ്ടത്. അപ്പം പോലീസ് ഓഫീസർ ഇതിനു മുമ്പ് അമിതേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ എന്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസറാണ് ഇപ്പം ബാക്കി റോള് നോക്കുമ്പോൾ എന്ത് വ്യത്യസ്തതയാണോ ഉള്ളത്? അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പോലീസ് ഓഫീസർ ആണെങ്കിൽ നമ്മുടെ ശരീരം നന്നാക്കണം, അങ്ങനെ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെടും. ഇത് ഈ പോലീസ് ഓഫീസർ റോളിന് എന്താണ് ഒരു പ്രത്യേകത? ഈ പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടറും ഇതിനു മുമ്പ് ചെയ്ത പോലീസ് ഓഫീസർ ക്യാരക്ടറായിട്ടുള്ള മേജർ ഡിഫറൻസ്, ഇതിന് ഈ ക്യാരക്ടറിന് ഒരു സുന്ദരിയായിട്ടുള്ള ഒരു ഗേൾഫ്രണ്ട് ഉണ്ട്. Wow, that's morning, this is like from morning. Of course, and this police guy get a chance to play romantic part ഉണ്ട്, ഇതൊന്നും മുമ്പ് ചെയ്ത പോലീസ് ഓഫീസർക്ക് ഇല്ല, പെണ്ണ് പോലും ചുറ്റുമില്ല. I think Vijayan sir will sign him for all his next movies now, yeah. And he knows where to give the arrow, yeah. So of course when she is there, of course ഞാനല്ല വേറൊരു ആക്ടർ ആണെങ്കിൽ പോലും to act a romantic scene or romantic song, it is easy. പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ ഇത്തിരി സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒറ്റ പ്രശ്നം, ചട്ടം പഠിപ്പിച്ചതെന്ന് വെച്ചത് അങ്ങനെ എല്ലാ സന്തോഷവും ഒരുമിച്ച് കിട്ടില്ലല്ലോ, എന്തെങ്കിലും എവിടെങ്കിലും ഒരു വേണല്ലോ. അപ്പൊ അതാണ് ഇതിന്റെ ഞങ്ങളാരാ മക്കള് വില്ലന്മാരായതുകൊണ്ട്. കറക്റ്റ് ആയിട്ട്. ഹൗ ഡു യു ഫീൽ? You paired up with the police officer in the movie. Yeah, it was very nice. I think I met him in the Puja Muhurtam day. So I got that. So you first met him during the Puja? Yeah, Puja day. Okay. And before that, Sir's showed me when he sent some of his work. So I watched. He's a fantastic actor. So I'm keen into working with the actors, the performers. Even what he said, just I could understand. I always prefer working with the actors who are also growing through their talents than being very hard working. Yeah. So I always prefer that. Even I am also coming from a no background family, no film background, nothing. So I always like to work with them. And when I saw his performance, a true performer, and then working with him was really very easy. It really, each and every scene, to understand the psychology, even we had a lot of constraint because the director is very particular about the screenplay. Okay. That's what we unlearned what as an actor, and then we relearned and then we delivered it. Our rapport was really good. Yeah, we didn't even discuss the scene much. It was, but that I think that's a matching of the wavelength. That's how. So നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ആദ്യം? Yes, കാര്യം പ്രത്യേകിച്ച് നമ്മൾ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഇപ്പൊ ആൺപെണ്ണുകളും ചേർന്നിട്ടുള്ള സ്കൂളിൽ പഠിക്കുമ്പോൾ, if the teacher is so strict, the end effect is your children, when students become so smart. നമ്മൾ എങ്ങനെ പറ്റിച്ചു become so smart. So our director was so strict, we became so smart. എങ്ങനെ we but we were very formal at that time. Correct. Like we are very formal, like hi chata hi, like this is but we used to understand from her look. I used to get what she's intending. Yeah, my look, she used to get what I'm intending. Yeah, the next take is not okay, I want okay. So we do one take. ഞങ്ങൾ രണ്ടുപേരും ഒരു ടേക്ക് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എന്തെങ്കിലും ഞങ്ങളുടെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്ടർ അത് വേണ്ട എന്ന് പറയും. അതിനെ ഉടനെ we give that look, then we got it. Okay, now we രസമായിരുന്നത്. ആ റാപ്പ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിരുന്നു, വെരി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, കുറച്ചുകൂടി എളുപ്പമായിരുന്നു തോന്നുന്നു. അപ്പൊ അതേപോലെ തന്നെ ഇപ്പം ഈ ഹൊറർ എന്ന് പറയുന്ന ഒരു ജോണർ എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആണ്. ഇപ്പം നമ്മളിപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള സിനിമാസ് എക്സെപ്റ്റ് ചെയ്യുന്നതും ഇപ്പം നമ്മൾ ഹോളിവുഡ് ഹൊറർ മൂവീസ് ആയിക്കോട്ടെ, ഇപ്പം കോൺജോറിംഗ് ഒക്കെ നമ്മളെല്ലാവരും യൂണിവേഴ്സലായിട്ട് കണ്ടേക്കുന്ന ഹൊറർ മൂവീസ് ആണ്. ഒരു ഹൊറർ മൂവി മലയാളത്തിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആണ്. നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈ ചെയ്യണം ഓഡിയൻസിനെ. സോ ഹൗ ഡിഫിക്കൽട്ട് വാസ് ഇറ്റ്? ഇപ്പം നമ്മളത് എടുക്കുന്ന സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്കറിയാം ഇത് ഓഡിയൻസിന് കാണുമ്പോൾ ഇത് ഭയങ്കര ചലഞ്ചിങ് ആണ്, കറക്റ്റായിട്ട് അവർക്ക് ഇത് പെർസീവ് ചെയ്യാൻ പറ്റണം.
അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഇതെന്താ ഈ ചെയ്ത് വെച്ച് അങ്ങനത്തെ ഒരു തോട്ടാ നമുക്ക് വരിക. അപ്പം ഇത് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു, എങ്ങനെയാണ് ഇത് പുൾ ഔട്ട് ചെയ്തത് നിങ്ങൾ? ഞങ്ങളുടെ സീക്വൻസിൽ ചിലപ്പോ അവിടെ ചിത്തിനി ഉണ്ടാവില്ല, നമ്മൾ ഇമാജിൻ ചെയ്യണം ഓക്കെ ദിസ് ഇസ് വേർ ക്യൂ കിട്ടും, ഇപ്പൊ ഇവിടെ ഒരു പ്രസൻസ് വരും, യു ഹാവ് ടു റിയാക്ട് എന്നുള്ള സാധനം വരും. അപ്പൊ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒരാളെ കാണാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ആ സമയത്ത്. അവിടെ ഞങ്ങളുടെ ജഡ്ജിങ് പോയിന്റ് ഇസ് ദ ഡയറക്ടർ. ഹി ഗിവ്സ് എ ക്യൂ, എന്തോരം മീറ്ററിൽ നമ്മൾ പേടിക്കേണ്ടതും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യം അത് അയാളുടെ മനസ്സിലെ ടോട്ടാലിറ്റിയിൽ കിട്ടേണ്ട സാധനം ഞങ്ങൾക്ക് എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. അപ്പൊ ഇതില് ഞങ്ങള് ചിലത് ചെയ്യുമ്പോൾ he will be giving us instruction, ഇത് ഇങ്ങനെ വേണ്ട, ഇത് ഇങ്ങനെ എങ്ങനെയാന്നുള്ള. അപ്പൊ അത് പിടിച്ച് പോവാന്നുള്ളതാണ് what only we can do. കാര്യം പടത്തിന്റെ ഫുൾ പരിപാടി നിൽക്കുന്നത് ഡയറക്ടറിന്റെ തലയില്ല. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നിടത്ത് പുള്ളി വേണം അതിലേക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ ഉപ്പ് നോക്കി പറയുന്ന പോലെ ഇത്ര മതി എന്നാണ് he have to give the cue. He is a very and I feel it's a director's movie. Completely it's a director's film. ചിത്തിനി ഇപ്പൊ പ്രേക്ഷകൻ കാത്തിരിക്കുന്ന പോലെ തന്നെ ഞങ്ങളുടെ പോർഷൻസ് അഭിനയിച്ചു എന്നല്ലാതെ ബാക്കി ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ഈവൻ we are waiting how the treatment of horror is coming up to, എന്താണ് അതിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകനായിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ റൊമാൻസും മറ്റേ സ്വീഡി മൂവ്മെന്റ്സ് ഇതാണ് ഞങ്ങളുടെ ഞങ്ങൾ ഉദ്ദേശിച്ച റൊമാൻസ് അല്ല ഞങ്ങൾ. അപ്പൊ അതെല്ലാം ഞങ്ങൾ ഡയറക്ടർ അപ്പൊ ഞങ്ങൾക്കത് പറ്റില്ല. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് റൊമാൻസ് ആയില്ല, പക്ഷെ റൊമാൻസ് ആയി. അപ്പൊ ഇപ്പം ചേട്ടൻ പറഞ്ഞല്ലോ ഇപ്പം ഇവിടെ ഒരു ചിത്തിനി ഉണ്ട്. ചിത്തിനി എന്ന് പറയുന്നതാണ് ഈ സിനിമയിലെ ഐ തിങ്ക് ഹൊറർ പ്ലേ ചെയ്യണത്. അപ്പൊ ചിത്തിനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇവിടെ ഉണ്ടെന്നാണ് പറയണേ. അപ്പൊ നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ നമുക്ക് ചിരി വരാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഫണ്ണി ആയിട്ടുള്ള പുള്ളിക്കാരി എന്തെങ്കിലും ചെയ്യുമ്പോ അല്ലെങ്കിൽ വേറെ ആക്ടേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ പ്രേക്ഷകരായിട്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ചിരി വരും. ബിക്കോസ് കൊരിയോടല്ലേ, ദിസ് ഇസ് കൊറിയോഗ്രാഫർ. നമ്മളിപ്പോ പേടിക്കുന്ന അറിയാം. അപ്പൊ നമ്മളിപ്പോ കൂടെയുള്ള എന്റെ കൂടെ മറ്റുള്ള പോലീസുകാര് പെട്ടെന്ന് അവിടെ ഇവിടെ വന്നു എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അത് കണ്ടു നിൽക്കുമ്പോൾ ഭയങ്കര ഫണ്ണിയാണ്. അപ്പൊ അപ്പൊ നമ്മളത് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നും. പെട്ടെന്ന് നോർമലായിട്ട് നിൽക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് ടേൺ ഔട്ട് ടു ബി ലിറ്റിൽ ഫണ്ണി ഫാക്ട്. അപ്പൊ അവരവരുടെ ടേക്ക് കഴിഞ്ഞ് വരുമ്പോ ഇപ്പുറത്തുനിന്ന് ഞാൻ നോക്കും, കൊള്ളാം കലക്കി. അപ്പൊ അങ്ങനെ ലൈക് ഫണ്ണി ആയിരുന്നു ആക്ച്വലി. അതൊരു സ്പെഷ്യൽ ഒരു മൊമെന്റ് ആണല്ലേ. പിന്നെ നമ്മൾക്കൊരു പ്രത്യേകത ചില സ്ഥലത്ത് നമുക്ക് ചൂടായിരിക്കാം, ഒട്ടും ഫേവറബിൾ ആയിരിക്കില്ല, പക്ഷെ നമ്മളുടേതായിട്ടുള്ള ചില കോമഡികളൊക്കെ ഉണ്ടാക്കി നമ്മളത് വി മൂവ് ഓൺ. ദാറ്റ് വാസ് ഹാപ്പനിങ്. അങ്ങോട്ടും ഇങ്ങോട്ടും വി വർ ക്രിയേറ്റിംഗ് സം കോമഡി എലിമെന്റ്സ്, things to troll. നമ്മളിപ്പോ ഒരു പ്രേതം റൗണ്ടിലേക്കാണ് പോകുന്നത്. കാരണം ഹൊറർ മൂവി ആണല്ലോ, അപ്പൊ കുറച്ച് പ്രേതം റൗണ്ട് ആവാന്ന് ഓർത്ത്. അപ്പം ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ നിങ്ങളൊരു പ്രേതം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയായിരിക്കും ആദ്യം പേടിപ്പിക്കാൻ? ഇന്നൊരാളുണ്ടാവില്ല, ഇവന് ഞാനുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഭയങ്കര കൂടുതലാണ്. ഞാൻ എന്റെ വീട്ടില് അമ്മ അപ്പ ആരുണ്ടെങ്കിലും വെറുതെ ഒന്നും വേണ്ട, രാത്രി എങ്ങാനും ഒരാൾ പുറത്തു പോയിട്ട് തിരിച്ചു ഞാൻ അപ്പ ഡോറിന്റെ ബാക്കിൽ നിന്ന് പേടിപ്പിക്കും. എനിക്ക് ഭയങ്കര സ്വഭാവം. എന്നിട്ട് ബാക്കി ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന കണ്ട് എന്നെ പേടിപ്പിക്കും. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്റെ ഇപ്പൊ ചുമ്മാ അനിയനൊക്കെ ചില ദിവസം രാത്രി 1 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും വന്നത്. അപ്പൊ ഞാൻ ഒരു 10 മിനിറ്റ് നേരത്തെ വന്നിട്ടുണ്ടാവും. നേരത്തെ വന്ന് ഞാൻ ജസ്റ്റ് ഫോൺ ചാർജറിൽ കുത്തി ഹോളിലിരിക്കുമ്പോഴേക്കും അവന്റെ വണ്ടി വരുന്നതാണല്ലോ. ഞാൻ അപ്പൊ തന്നെ ഇതൊക്കെ ഊരിയിട്ട് നേരെ 2 മണിക്ക് ഡോറിന്റെ ബാക്കിൽ കയറി നിൽക്കും. അപ്പൊ നേരെ ഇവൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ആ വഴിക്ക് എങ്ങാനും വല്ല അറ്റാക്കും വന്നോ അത് മതി. പിന്നെ ജീവിതകാലം മൊത്തം അപ്പൊ അവർക്ക് വീട്ടിലോട്ട് കയറുമ്പോഴൊക്കെ പേടിയാണ്, ഈ പിശാച് എപ്പോഴും ചാടി വീഴുന്ന അറിയില്ല. അപ്പൊ ആ സ്വഭാവം ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. Do you have something like that, like in real life, if you are a ghost or some? I am a ghost. Yeah. No, scaring people. Yeah. Maybe who would you want family, to scare? friends or somebody you know. Those who troll, not that troll. Yeah, some of my friends and those who used to pull my leg. Back in school? Back in school also, Amit Chetan. Yeah, I knew she was going to say that. Yeah. So Amit Chetan is the main target. Yeah. Chitni, all the best. You have to do it. You have to do that. But it's of no use. He'll start flirting with the Yakshini and ghost. He'll start flirting with the Yakshi. So it's just like... So it's
അവിടെയും ചീത്തപ്പേര്. I love it, seriously. അടിപൊളിയാ. If I get a chance to flirt with Rishi, I would love to do that. കണ്ടോ? Okay, second. Brahmayugam 2. Brahmayugam 2, yeah. Brahmayugam, no. അപ്പൊ സെക്കൻഡ്, പ്രേതമായാലും നിങ്ങളുടെ കൂടെ നിന്ന് വിട്ടുപോകില്ല എന്ന് ഉറപ്പുള്ള ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ബഡി. My friend Subodh എന്നുള്ള ഫ്രണ്ട് ഉണ്ട്. He's ഇപ്പൊ അവൻ ആഫ്രിക്കയില, അതുകൊണ്ട് ഇപ്പൊ അവൻ രക്ഷപ്പെട്ട് അവൻ രക്ഷപ്പെട്ടിരിക്കുക. നാട്ടിലാണെങ്കിൽ അവൻ പെട്ടാണ്. അതായത് അവൻ സ്കൂളിൽ ട്യൂഷന് പോണ സമയം മുതൽ ഒരുമിച്ച. അപ്പൊ അവൻ കറക്റ്റ് ആയിട്ട് അവന്റെ വീട്ടില് 5 മണിക്ക് ട്യൂഷൻ പോകാൻ ഇറങ്ങേണ്ട സമയമാണെങ്കിൽ ഇറങ്ങി നിൽക്കും. ഞാൻ വന്നത് വൈകിക്കും. അത് എന്റെ കാരണം അവന് തെറിയേക്കും. അവന് വണ്ടിയിൽ നിന്ന് പോയിട്ട് തലകുത്തി വീണാലും അവന് കിട്ടും. പിന്നെ ഞാൻ എന്തെങ്കിലും സുഖമായിട്ട് സുഖമില്ലാതായിട്ട് സ്കൂളിൽ പോകണമെന്ന് കറക്റ്റ് സമയത്ത് അവനും സുഖമില്ല. അപ്പോഴും അവന്റെ അമ്മയുടെ അവനത് അടി കിട്ടും. അടി കിട്ടും, നീ അവന്റെ ഒപ്പം കൂട്ടിയിട്ട് നമ്മുടെ അമ്മമാർക്ക് ചിലപ്പോ. അപ്പൊ ഞാൻ കാരണം എന്നും പണി കിട്ടിയേക്കുന്ന ഒരുത്തരാണ് Subodh. Yes. Do you have someone like that? Your boyfriend, yeah. My best friend. Exclusive. Actually, it's like my best friend, yeah. My best friend, bestie. ഇപ്പൊ പറയും ദേ I made a മോക്ഷയുടെ blank ബോയ്ഫ്രണ്ട് shot. ആണ്. My bestie, like Yeah. my bestie, yeah. Don't say bestie, it's a big troll in Kerala. In Kerala you tell bestie, it's If just you like say bestie- another boyfriend, kind of something like that. So I also have plenty number of boyfriends. He's a boy's friends. Bestie. The Bestie. bestie. So boyfriends, to be friends are Yeah. friends, yeah. You have to Kutti know Karayilla. Kerala a little bit more. Kerala, it's like bestie. They have made series in name of besties. They have made trolls in name of bestie. So the moment you say bestie, you are the brand ambassador for bestie from now on. There is a recent movie Premanu also in that also. There Yeah, is yeah, this yeah, thing. yeah, yeah. Yeah. Yeah, you understood. So you have bestie. Come on. Ayyo, it's like a best friend, yeah, man. It's a childhood friend, yeah. Okay, Yeah, it's fine. It's fine. We are not going to judge you. It's fine. That's. സോ ഇപ്പം പ്രേതമാണെങ്കിൽ പ്രേതമാവണമെങ്കിൽ എന്ത് പ്രേതമാവണം എന്നാണ് ആഗ്രഹം. ഇപ്പൊ നമ്മള് അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചതിക്കാത്ത ചെന്തൂരത്തൊക്കെ ക്ലോസറ്റ് പ്രേതം, മറ്റേ പ്രേതമൊക്കെ ഉണ്ടാവില്ലേ, ഈ മറ്റേ കഴുത്തിൽ കൂടെ ചോര പോകുന്ന പ്രേതം, അതുപോലെ എന്ത് പ്രേതമാവണം എന്നാണ് എന്റെ അഭിപ്രായത്തിൽ. ഈ മറ്റേ ട്രാൻസ്ഫോമർ സിനിമ കണ്ടിട്ടുണ്ടോ? ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമറിൽ ഇങ്ങനെ ഒരു ഈ നമ്മളുടെ റോബോട്ട് പോലത്തെ ഒരു സൈക്കിക് മീൻസ് അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് they turn into car and then they come out as a character. അപ്പൊ ഒരു പ്രേതമായിട്ട് വന്നാല് നല്ല ബ്യൂട്ടിഫുൾ ഭംഗിയുള്ള ഒരു പ്രേതം വരിക, സ്വിച്ച് ഇട്ട് പോലെ കാറാവുക, ആവശ്യമുള്ള പ്രേതം പെണ്ണാവുക, സ്വിച്ച് ഇട്ട് പോലെ കാറാവുക, ആണാവണ്ട എന്തായാലും പെണ്ണും കാറും ആയാൽ മതി. ഓക്കെ, ബെസ്റ്റി. Bestie. Then repeat the question. Actually, yes. No, like what there is what kind prefer? of a ghost do you want to be? Like there are certain kinds of ghosts, right? So like I want to be a very lovable one. I want to help. Don't be so sweet. Like Mr. India. Kind of Mr. India. Miss, so it will be like Miss Moksha, Miss India. Yeah, the prettiest, the hot. Oh, not Miss India. It's like Miss Moksha. ഓക്കെ, അപ്പം പ്രേതമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവം എന്തായിരിക്കും? ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ ഞാൻ പ്രേതമൊക്കെ എനിക്ക് ലിപ്സ്റ്റിക് ഒഴിവാക്കാൻ പറ്റില്ല. എന്ത് പ്രേതമാണെങ്കിലും ഞാൻ ലിപ്സ്റ്റിക് ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ല. അതുപോലെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഡ്രൈവിന് കൂടെ പ്രേതമായിരിക്കണം. അത്രേ ഉള്ളൂ. കാർ ഡ്രൈവ് ആണ്. ഓക്കെ, യു പിന്നെ ഭക്ഷണം കഴിക്കാൻ നേരത്തും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കഴിച്ചാൽ പോരാ, ഭർത്തനോട്ടുള്ള ഒരു ക്രേസ് ഒക്കെ ഉള്ള ആളായിരിക്കും, ഒരു ആത്മാർത്ഥതയോടെ കഴിക്കണം. ഓക്കെ, my assistant to pack my things whenever I'm traveling. That's it. Pack my things and be my assistant. That's it. Okay, നല്ലൊരു ബെസ്റ്റിയാണ്. അതെ, ബെസ്റ്റിയാണ്. പിന്നെ അയ്യോ, you won't get it, darling, because here it is a bestie. That's JK. That's JK. No, That's not not JK. No. Bestie, I'll send you some series. You should watch that bestie series. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ പ്രേതം ബ്രാൻഡ്. അപ്പം ഈ സിനിമ ചിത്തിനി എന്ന് പറയുമ്പോൾ തന്നെ ഈ ചിത്തിനി എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ഹൊറർ ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ചിത്തിനി നമ്മൾ പോസ്റ്റേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ചിത്തിനിയുടെ മുഖം റിവീൽ ചെയ്യുന്നില്ല. അപ്പൊ സിനിമയിൽ ചിത്തിനിയുടെ മുഖം ശരിക്കും റിവീൽ ചെയ്യുന്നുണ്ടോ? മുടിയൊക്കെ മാറ്റി അവസാനം റിവീൽ ഉണ്ടോ? മുടി മാറ്റി, ഫേസ്, അവരുടെ എന്താ പറയാ, പുള്ളി കൺസിഡർ ചെയ്തേക്കുന്ന ഒരു അറ്റയർ ഫോർ ദി ചിത്തിനി, പിന്നെ ഒരു പുതിയൊരു സ്റ്റൈലിഷ് രീതിയിലുള്ളൊരു ഗോസ്റ്റ് ആണ്. അപ്പൊ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഗോസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇത് പറഞ്ഞു പഠിച്ചൊന്നും അറിയത്തില്ല, പക്ഷെ റിയൽ ലൈഫിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു എന്തെങ്കിലും അവൻ നിഴലായിരിക്കാം, സൗണ്ട് ആയിരിക്കാം, എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ടുണ്ടോ? ശരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കുണ്ടായിട്ടുണ്ട്, സീരിയസ് ആയിട്ട്. പക്ഷെ ഞാൻ പറയുന്നത് എനിക്കുണ്ടായിട്ടുണ്ട്, ഞാൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്.
Something. have had like some experience in school life. I mean, I wanted to be like wanted to do a degree in parapsychology. So from that I have that, I feel like I have that strong ESP, extrasensory perception. So I many times. See, you're telling that you attract ghosts Of course. because of our prettiness and Oh everything. God, you know. He's flirting with you. I'm telling you. You will also know this. You will also. No, she told me, Amit Chata, you should flirt with me because then only the video is gonna be viral. Yeah. See, that is successful. You guys are doing it like next level. Yeah, He that's knows where to point the arrow. For Yeah. this movie, he has taken the responsibility for the promotion. Single-handedly, the movie is on his shoulder. So And then there were 3 other, like 2 more ladies, Yeah, right? yeah, So yeah. he's just like Yeah, full so odd. he's I'm everywhere. Everywhere, yeah. Yeah, yeah. Middle, അവിടെ എവിടെ എല്ലായിടത്തും ഉണ്ട്. it's like Krishna. കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ. ഓക്കെ, ഇനി ഒരു റൗണ്ട് കൂടെ ഉണ്ട്. Yeah. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ മോക്ഷ മലയാളി അല്ലല്ലോ. അപ്പൊ നിൽക്കും നമ്മൾ അങ്ങനെ ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് അങ്ങനെ വെറുതെ വിടൂലല്ലോ. പാടില്ല. എന്തെങ്കിലും നമ്മൾ മലയാളത്തിൽ എന്തെങ്കിലും ഒപ്പിച്ചു കൊടുക്കണം. Yes. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ്സ് ഉണ്ട്. ടങ് ട്വിസ്റ്റേഴ്സ് ആണ് ഞാൻ ആദ്യം വിളിച്ചത്. പിന്നെ അത്രയും അങ്ങോട്ട് നമ്മൾ ഇതാക്കണ്ടെന്ന് ഓർത്തു. അപ്പം ഫേമസ് ആയിട്ടുള്ള ഡയലോഗ്സ് ഉണ്ട്. അപ്പൊ ഞാൻ അമിത് ചേട്ടന് പറഞ്ഞുതരാം. അമിത് ചേട്ടൻ്റെ ഡയലോഗ്സ് എന്തായാലും അറിയണ്ടാം. അമിത് ചേട്ടൻ അത് ആ ഒരു അതേ ഒരു ടോണിൽ മോക്ഷനെ കൊണ്ട് പറയിപ്പിക്കണം. Okay. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ, വേലക്കാരി ആയിരുന്നാലും നീ എൻ മോഹവല്ലി. Okay, okay. അപ്പൊ ഇത് ആ ഒരു ടോണില് പറയുന്ന പോലെ പറയിപ്പിക്കണം. So this is the modulation. Okay, the meaning is, even if you are my servant, you are my darling. That's it. That is oh my God! In Yeah. our movie also, while shooting song, he exactly told this. You know. ഈ സെയിം ഡയലോഗ് പറഞ്ഞായിരുന്നാ? ഇല്ല, no. I എന്നാലും. used to tease her when ഞാൻ അഭിനയിക്കുമ്പോ I'm in cover, she's on screen. അപ്പൊ when she's on screen, ഞാൻ ഇവിടെ ഒരു പരിപാടി ഒപ്പിക്കും. പുള്ളിക്കാരി അഭിനയിക്കുന്നതിന്റെ ഇടയ്ക്ക്. Yeah. So വേലക്കാരി ആയിരുന്നാലും നീ എൻ മോഹവല്ലി. Okay, മനസ്സിലായി. Yeah, even if you're my servant, you're my darling. My darling. Yeah. No, you have to tell that. You have to say that. Looking to me. You can't just be like, even if yeah, you yeah, are okay. looking to me, look at me One and more say, yeah. even if you're my servant, bloody you're my darling. Darling. Exactly. Yeah. One more time. വേലക്കാരി വെലക്കാരി ആയിരുന്നാലും നീ എൻ മോഹവല്ലി. Yeah. You can say വേലക്കാരൻ. വെലക്കാരൻ. Yeah. I'll just repeat. Yeah. 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 Say. You can do Morning, I'm just uttering one more time. വേലക്കാരി ആയിരുന്നാലും ആയിരുന്നാലും നീ എൻ നീയൻ മോഹവല്ലി. വേലക്കാരനായിരുന്നാലും നീയൻ it. മോഹവല്ലി. Oh, yes. Okay. Done. Got it. Cute. Done. That was cute. Yeah. ഓക്കെ, രണ്ടാമത്തെ, ഒരിക്കൽ രാജുമോൻ എന്നോട് ചോദിച്ചു അങ്കിളിന്റെ ഫാദർ ആരാന്ന്. അത് ആ ഡയലോഗ്. Okay. പാവമുണ്ട് മുഖമൊക്കെ. Once Rajumon asked me, who is your father? That's the dialogue in Malayalam. I'll say, ഒരിക്കൽ രാജുമോൻ എന്നോട് ചോദിച്ചു അങ്കിളിന്റെ ഫാദർ ആരാണ്. ഒരിക്കൽ രാജുമോൻ എന്നോട് ചോദിച്ചു അങ്കിളിന്റെ ഫാദർ ആരാണ്. അത് തന്നെ. That's the famous dialogue of Mohanlal. Yeah. Okay. Yeah. ഒരിക്കൽ രാജുമോൻ എന്നോട് ചോദിച്ചു അങ്കിളിന്റെ ഫാദർ ആരാ. ഓക്കെ, നമുക്ക് കൊടുക്കാം, 2 മാർക്ക് കൊടുക്കാം. ഓക്കെ, അടുത്തത്, ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. Yeah. You have to pronounce Chandu. Okay, ചന്തു. No I instead of you. Okay, you have to tell Chandu. Very careful when you are pronouncing this dialogue. ചന്തു. Okay. ചന്തുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ. Yeah, done. Okay. ഒരെണ്ണം കൂടെ ഉണ്ട്. നമ്മുടെ ബിഗ് ബി വിട്ടിട്ടുള്ള കളി നമുക്കില്ല. അത് വിട്ടിട്ടുള്ള ഒരു കളി നമുക്കില്ല. അപ്പം പറഞ്ഞോ, കൊച്ചി. അതെ, കൊച്ചി പഴയ കൊച്ചി അല്ല, പക്ഷെ ബിലാല് പഴയ ബിലാലാണ്. Even Kochi may not be the same Kochi, but Bilal is the same Bilal. That's the dialogue. That's Malik. It's a famous Mammootty dialogue. It's from Big B. Big B. Okay. കൊച്ചി പഴയ കൊച്ചി അല്ലെന്ന് എനിക്കറിയാം, പക്ഷെ ബിലാല് പഴയ ബിലാലാണ്. Oh, mass with that expression. എക്സ്പ്രഷനിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ടൊക്കെ. ഓക്കെ, ഇത് ഹാറ്റ്സ് ഓഫ്. Thank you. മലയാളി അല്ലെങ്കിലും ഇത്രയൊക്കെ ചെയ്തു. നമ്മൾ ഡയലോഗ് എല്ലാം പഠിച്ചു. എല്ലാം പഠിച്ചായിരുന്നു. പിന്നെ നമ്മള് ഈ മലയാളിയാണല്ലോ പടത്തില്, അതില് ഓരോ ഡയലോഗും മലയാളത്തില് വിത്ത് ആക്സെന്റ് പഠിച്ചിട്ടാണ് എന്ന് പറയുന്നത്. നമ്മള് ചിന്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓപ്പോസിറ്റ് ഉള്ള ആള്, ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ജിബൂട്ടി എന്ന സിനിമയില് ആക്ട്രസ് ഷീസ് ഫ്രം കാശ്മീർ. അപ്പൊ മലയാളം പറയാനായിട്ട് ചെറുതായിട്ട് ടൈം എടുക്കുമ്പോ ഉറപ്പായിട്ടും ഫസ്റ്റ് ടേക്ക് റെഡി ആവില്ല, സെക്കൻഡ് ടേക്ക് ആവുന്നതായിരിക്കും. പക്ഷെ ഈ പുള്ളിക്കാരിനെ കൊണ്ട് ഫുള്ള് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഞാൻ വിചാരിക്കുമ്പോ പറഞ്ഞോട്ടെ അടുത്ത Take ടേക്ക് എടുക്കാന്. ഇത് ഫസ്റ്റ് ടേക്ക് നമ്മളാരായി പോയെന്നുള്ള അത് രീതിയിൽ തന്നെ അതന്നെ. So you've created that notion that you've done in all ways, like dialogues, acting and everything. So you've been that perfectionist. Stunt. Yeah. I was going to ask you about the stunt thing. Yeah. You have a fight sequence in the movie, right? I saw the trailer. It's But technically natural fight, brilliant. no cable car, nothing like Natural Telugu. ആണ്. Yeah, ഇതുകൊണ്ടാണ് തെറിച്ചൊക്കെ പോയി ആണോ ആണോ പഠിപ്പിച്ച ആളെന്നെ തെറിച്ച് I think this is കണ്ടം the 11th day at 12th time. പക്ഷേ he has to tell this though. Yeah. He has to tell this. First time I'm seeing some, a woman giving such a kick and a man flying like that. മാസ്റ്ററിനെയാണ് മാസ്റ്റർ വിളിച്ചിട്ടുള്ളത്. തന്നെ അത് ചന്തു ആശാന്റെ നെഞ്ചത്തന്നെ ചവിട്ടി. സമാധാനായി. ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ മലയാളം ഡയലോഗ് പറഞ്ഞില്ലായിരുന്നു, അപ്പൊ അങ്ങനെ അമിച്ചേട്ടനെ മാത്രം വെറുതെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. So I'll give you one task. So there's some dialogue in your language. Okay. You have to make him do that. Yeah, tell me in Malayalam, I'll tell him. Like, A famous dialogue in your language. മനസ്സിലിരിക്കുന്നൊക്കെ പോകുന്നു. স্কুল গাড়ি বাড়ি ফ্ল্যাট জিম এর বাইরেও একটা জীবন আছে, তোমাকে এটা കൊള്ളാം. അപ്പൊ ശരി. স্কুল বাড়ি স্কুল বাড়ি জিম gym. ফ্ল্যাট অফিস এর বাইরেও একটা জীবন আছে, তোমাকে সেটা বুঝতে হবে, তোমাকে না বুঝলে এটা হবে না। ഞാൻ പറയാം സ്കൂൾ ജിം School, ബാഗ് gym. ഫ്ലാറ്റ് স্কুল জীবন গাড়ি বাড়ি পাব পার্টি এর বাইরেও একটা জীবন আছে। I got the English. എന്താ പറഞ്ഞെന്നറിയോ, നിനക്ക് മറ്റേ സ്കൂള് ജിമ്മ് മറ്റേ പാർട്ടി ഒന്നും പോലെ വേറെ ജോലിയൊന്നും ഇല്ലേ? യു ആസ് ദാറ്റ് റൈറ്റ്? Yeah, that you also have a life beyond all this. കണ്ട അതാണ് സാധനം അതാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതിവിടെ നടക്കൂല. স্কুল জিম গাড়ি বাড়ি পাব পার্টি এর বাইরেও একটা জীবন আছে, সেটাকে তোমাকে জানতে হবে, দেখতে হবে। ഇത് മറ്റേ പറക്കുന്നതിനകത്ത് ബസന്തി പറയത്തില്ല, അതുപോലെ ആരെയാണ് പിടിച്ചത്? സ്കൂൾ ജിമ്മ് ബാരി ബാക്കി മോച്ചേ പിന്നെ ബാരി കൂടി വേറെ പണിയൊന്നുമില്ലേ? സെറ്റ് ചെയ്ത് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ചിത്തിനി ഇറങ്ങാൻ പോകുന്നത് ഓഗസ്റ്റ് 2-ാം തീയതിയാണല്ലോ. അപ്പം എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്ത് പോകണം? ധൈര്യത്തോടെ ഒരു നല്ല എന്റർടൈനർ സിനിമ കാണാനായിട്ട് ധൈര്യത്തോടെ വരാം. And this is definitely going to entertain you. നമ്മളൊക്കെ വെയിറ്റിംഗ് ആണ് ഓഗസ്റ്റ് 2-ാം തീയതി പടം ഇറങ്ങി പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. കുറച്ച് കാലത്തിന് ശേഷം കണ്ടോ ഇല്ലേ? ഞാൻ പോയി കാണും. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഓഗസ്റ്റ് 2-ാം തീയതി ചിത്തിനി എന്ന് പറയുന്ന പടകം ഒരു സുന്ദരിയുണ്ട്, അമിതേട്ടനും ഉണ്ട്, ഇവരുടെ രണ്ടുപേരും കോംബോ കാണാൻ വേണ്ടിയിട്ട് റൊമാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോകണം. അപ്പം താങ്ക് യു ചേട്ടാ, താങ്ക് യു മോക്ഷ. എന്തായാലും സിനിമ കാണാം.